ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുമ്പം ഒരു ഉപദേശത്തെപ്പറ്റി പറയുമ്പോൾ അത് ദുരുപദേശമാണോ അല്ലയോ, ദുരുപദേശമാണോ അതോ സത്യത്തിൻ്റെ ഉപദേശമാണോ എന്ന് അറിയുന്നതിന് മൂന്ന് കാര്യങ്ങൾ നോക്കണമെന്ന് പറയും. എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ. അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ച്, നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു ആ വിഷയം പഴയ നിയമത്തിൽ ഉണ്ടായിരിക്കണം. ആ വിഷയം പഴയ നിയമത്തിലെപ്പോൾ ഉണ്ടായിരിക്കണോ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് യേശു പറഞ്ഞിട്ടുള്ളതോ ചെയ്തിട്ടുള്ളതോ ആയ കാര്യമാവണം. മൂന്നാമെന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരിത് പറഞ്ഞിട്ടുള്ളതോ പ്രവർത്തിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യമാവണം. ഇതാണ് ആധുനിക സഭയ്ക്ക് ഉപദേശമായിട്ട് സ്വീകരിക്കാവുന്ന പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ. ഏതൊരു പ്രമാണവും ആധുനിക സഭ സ്വീകരിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കും. ഒന്ന്, പഴയ നിയമത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ. രണ്ട്, യേശു ക്രിസ്തു അത് പറയുകയോ പ്രവർത്തിച്ചിട്ടുണ്ടോ. മൂന്നാമത്, അപ്പോസ്തലന്മാരിൽ ആരെങ്കിലും അതിനെക്കുറിച്ച് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നോക്കിയിട്ട് ക്രിസ്തീയ സഭ, പരിശുദ്ധാത്മാവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സഭകൾ അതിനെ സ്വീകരിക്കാറുള്ളൂ. അവരുടെ നിയമമായിട്ട് അത്, അല്ലെങ്കിൽ നിയമമോ ചട്ടമായിട്ട് അതിനെ പിന്തുടരാറുള്ളൂ. അല്ലാതുള്ള ഒന്നിനെ അവർ പിന്തുടരത്തില്ല. അങ്ങനെ പിന്തുടർന്നാൽ അത് ഉപദേശമായി മാറും. ഞാനിപ്പം പറയാൻ പോകുന്ന കാര്യം ശാപത്തെക്കുറിച്ചാണ്. ഈ ശാപം എന്ന് പറയുമ്പം പുതിയ നിയമത്തിൽ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ഒരു വചനം. അത് നമ്മൾ മക്കൾ, അതായത് ദൈവത്തിൻ്റെ മക്കൾ, നമ്മൾ കൃപയ്ക്ക് വേണ്ടി ഉള്ളവർ അല്ലെങ്കിൽ അനുഗ്രഹത്തിന് വേണ്ടി ഉള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ശപിക്കരുത് എന്നുള്ള രീതിയിൽ. അങ്ങനല്ല അത് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്, എന്നാലും ഏകദേശം അതേ ഒരു രൂപത്തിൽ നമ്മൾ അനുഗ്രഹത്തിൻ്റെ വക്താക്കളായതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ശപിക്കാൻ പാടില്ല എന്ന് പുതിയ നിയമത്തിലുണ്ട്. ഇനി ശാപം ഇത് യഥാർത്ഥമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ശാപം യഥാർത്ഥം തന്നെ. അതിനകത്ത് ഒട്ടും സംശയം വേണ്ട. കാര്യം ശാപത്തെക്കുറിച്ച് എടുക്കുമ്പം ദൈവം, അതായത് സൃഷ്ടാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയും തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചെന്ന ബൈബിളിൽ കിടക്കുന്നത്. സ്വരൂപത്തിൽ സാദൃശ്യത്തിലും തൻ്റെ മക്കളായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അല്ലാതെ മറ്റ് സൃഷ്ടികളെ കൂട്ട് കേവല ഉപയോഗത്തിന് വേണ്ടിയല്ല, തൻ്റെ മക്കളായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മറ്റ് സൃഷ്ടികളിൽ നിന്ന് വേർപെട്ട് ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. എല്ലാ സൃഷ്ടിയും സൃഷ്ടിപരമായിട്ട് പറയുമ്പം ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ളതായതുകൊണ്ട് ദൈവം തന്നെ പിതാവും, ദൈവത്തിൻ്റെ പുത്രന്മാരോ പുത്രികളോ ഒക്കെ ആ സൃഷ്ടികൾ. പക്ഷെ മനുഷ്യനെ മാത്രം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. അപ്പം ദൈവം തന്നെപ്പോലെ ഇരിക്കണമെന്ന്, തന്നെപ്പോലെ ആവണമെന്ന്, തന്നെപ്പോലെ വസിക്കണമെന്ന്, താനിരിക്കുന്നിടത്ത് അവനും ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒറ്റ സൃഷ്ടിയേ ഈ പ്രപഞ്ചത്തിലുള്ളൂ, അത് മനുഷ്യനാണ്. ഈ പ്രപഞ്ചത്തിലെ ജഡീകരായ, അതായത് ജഡീകരെന്ന് പറഞ്ഞുകൂടാ, ജഡരൂപത്തിലുള്ള നാം മനുഷ്യരെക്കാളിലും ഉയർന്നവരാ ദൂതന്മാർ, ദൈവിക ദൂതന്മാർ. പക്ഷേ അവർക്ക് പോലും ദൈവം എന്ത് കൊടുത്തില്ല? തൻ്റെ സ്വരൂപമോ തൻ്റെ സാദൃശ്യമോ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും എന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. എന്ന് ബൈബിളിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ സാദൃശ്യത്തിലോ സ്വരൂപത്തിലോ ദൂതന്മാരെ സൃഷ്ടിച്ചെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ ഘടന അവർക്കുണ്ട്. അതായത് ആത്മശരീരികളാണ്. ദൈവം ആത്മശരീരിയാകുന്ന പോലെ ദൂതന്മാരും ആത്മശരീരികളാണ്. എന്നാൽ ദൈവം ആത്മശരീരി മാത്രമല്ല, ജഡരൂപമുണ്ട്. അതാണ് യേശു ക്രിസ്തു. അതിന് സംശയമില്ലല്ലോ ആർക്കും. അപ്പം ഇത്രയും ഉദ്ദേശത്തോടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട്
തന്നെപ്പോലെ ഇരിക്കുവാൻ വേണ്ടി, താൻ ഇരിക്കുന്നിടത്ത് തന്നെപ്പോലെ ഇരിക്കുവാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യനൊരു പരീക്ഷ കൊടുത്തു. എല്ലാ സൃഷ്ടികൾക്കും ഒരു പരീക്ഷയുണ്ട്, ആ ദൈവം അനുവദിച്ചിട്ടുണ്ട്. ആ പരീക്ഷയിൽ മനുഷ്യനും തോറ്റുപോയി, ഒരു ജീവിവർഗമായ പാമ്പും തോറ്റുപോയി. പക്ഷേ ബൈബിളിൽ ആദ്യമായിട്ട് ശപിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അത് ദൈവമാണ്. അത് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞത്. ബൈബിളിൽ ആദ്യമായിട്ട് നമ്മളൊരു ശാപം കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദ്യം നമ്മൾ എടുക്കുമ്പോൾ ശാപം കാണുന്ന ദൈവം ആദ്യമായിട്ട് ശപിക്കുന്നത്. അത് ശപിക്കുന്നത് പാമ്പിനെയാണ്. എന്നാൽ പരിശുദ്ധാത്മ പ്രേരണ കൊണ്ട് ബൈബിൾ എഴുതിയ വ്യക്തി എഴുതിയതാണോ അതോ ഇനിയും അത് സത്യം പോലെ അതേപോലെ എഴുതിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാമ്പിനെ ശപിച്ചെന്നും പറയുന്നുണ്ട്. അതിന് തൊട്ട് താഴെ സ്ത്രീയോട് കൽപ്പിക്കുന്നു, പുരുഷനോട് കൽപ്പിക്കുന്നു. പക്ഷേ പിന്നീട് അത് വേറൊരു രീതി എഴുതിയിട്ടുണ്ട്, സ്ത്രീയെയും പുരുഷനെയും ശപിച്ചതായിട്ട്. അപ്പം ദൈവം ആദ്യമായിട്ട് ശപിക്കുന്നത് മനുഷ്യനെ. ശാപം അവിടെ നിന്നാണ് വരുന്നത്, ദൈവത്തിൽ നിന്നാണ് വരുന്നത് ശാപം. അതെന്തുകൊണ്ട് ദൈവം ശപിച്ചെന്ന് ചോദിച്ചാൽ, നന്മ ചെയ്യാതെ തിന്മ ചെയ്തു, അല്ലെങ്കിൽ ദൈവത്തെ ഓവർടേക്ക് ചെയ്തു. ദൈവം പറഞ്ഞൊരു കാര്യം അനുസരണക്കേട് കാണിച്ചെന്ന് പറയും. അനുസരണക്കേട് മാത്രമല്ല, ദൈവത്തെ അവിടെ ഓവർടേക്ക് ചെയ്യുക. സൃഷ്ടാവിനെ താൻ കൽപ്പിച്ച കൽപ്പന അല്ലെങ്കിൽ ഒരു വാക്കിനെ അവിടെ ധിക്കരിക്കുക. അപ്പം അവർ സൃഷ്ടാവിൻ്റെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ദൃഷ്ടിയിൽ അത് പാപം തന്നെ. കാര്യം അവർ പാപം ചെയ്തുകൊണ്ടാണ് ദൈവം ആദ്യമായിട്ടൊരു മനുഷ്യനെ ശപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ജീവിയെ ശപിക്കുന്നത്, പാമ്പിനെ. ശാപം അവിടെ നിന്നാണ് വരുന്നത്. പിന്നീട് നോഹയുടെ ഇത് വരുമ്പം, നോഹയുടെ ജലപ്രളയത്തിന് ശേഷം വീര്യം കുറഞ്ഞെന്ന് പറയുന്നുണ്ട്. പിന്നെ ഭൂമി ശാപഗ്രസ്തമായി തീർന്നെന്ന് പറയുന്നുണ്ട്, ആദാമും ഹൗവയും നിമിത്തം. അതിനുശേഷം പിന്നെ പറയുന്നത് പിന്നെ ഈ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഏലീശ ശക്തി പ്രാപിച്ചു വരുന്നു. തൻ്റെ ഗുരുവിൽ നിന്ന് ഇരട്ടി പങ്ക് ശക്തി പ്രാപിച്ചു വന്നിട്ട് ആദ്യം ചെയ്യുന്നത്, ആദ്യത്തെ അത്ഭുതം വെള്ളത്തിലടിക്കുക. വെള്ളത്തിലടിച്ച് വെള്ളത്തെ രണ്ടാക്കിയിട്ട് അതിൻ്റെ അപ്പുറത്ത് കടന്നിട്ട് പോകുന്ന ഒന്നാമത്തെ അത്ഭുതം. രണ്ടാമത്തെ അത്ഭുതം എന്ന് വെച്ചാൽ, രണ്ടാമത് മറ്റൊരു അത്ഭുതം കൂടെ ചെയ്യും. എന്നിട്ട് മൂന്നാമതായിട്ട് ചെയ്യുന്ന അത്ഭുതം എന്ന് വെച്ചാൽ ശാപം എന്ന് വെച്ചാൽ ഏതാണ്ട് 42ഓളം കുട്ടികൾ നടന്നു വരുമോ. അപ്പോൾ പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർ പുറകിൽ നിന്ന് ഇങ്ങനെ വിളിക്കും, മൊട്ടത്തലയാ കയറി വാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെ ശപിക്കുമ്പോൾ 2 പെൺകരടികൾ വന്ന് ആ 42 കുട്ടികളെയും കടിച്ച് കീറി കൊന്നെന്നാണ്. രണ്ടാമത്തെ ശാപം ഏലീശയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം. അതിനുശേഷം പല സ്ഥലങ്ങളിൽ നമുക്ക് ബൈബിളിൽ ശാപത്തെക്കുറിച്ച് നമുക്ക് കാണാം, ശപിക്കുന്നതായിട്ട് കാണാം. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈ ശാപം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പുതിയ നിയമത്തിലും ഉണ്ട്. പുതിയ നിയമത്തിൽ വരുന്നതിന് മുന്നേ നാഥാം പ്രവാചകനാണോ ബിലയാം പ്രവാചകൻ. ബിലയാം 3 വട്ടം ഇസ്രായേലിനെ ശപിക്കാൻ വരുന്നുണ്ട്. ആ 3 വട്ടവും ഇസ്രായേലിനെ ശപിക്കാതെ, അവൻ്റെ നാവിൽ നിന്ന് ശാപവാക്ക് വരാതെ ദൈവം തടുത്ത് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ളത് അനുഗ്രഹം അവനിൽ നിന്ന്, ബിലയാമിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ്റെ ശാപത്തിനപ്പോൾ ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, ശക്തി ഉണ്ടായിട്ട് തന്നെ ദൈവം 3 പ്രാവശ്യവും അവനെ തടുക്കുന്നുണ്ട്. ആരെയാ? ബിലയാമിനെ. അവൻ്റെ നാവിന്മേൽ ദൈവം ഇരുന്ന് ഇസ്രായേലിന് നന്മ കൊടുക്കുന്നുണ്ട്. ബിലയാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ നിയമത്തിലോട്ട് വരും. പുതിയ നിയമത്തിൽ വരുമ്പോൾ
ഒരാളുടെ മേൽ കൈവെക്കുമ്പോൾ, ശിഷ്യന്മാരിൽ നിന്ന് കൈവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് പകർന്നു കിട്ടിയിട്ട് ഇത് കണ്ടുകൊണ്ട് ശിമയോൻ എന്ന് പറഞ്ഞൊരു ബിസിനസ്സുകാരൻ, ഇന്നത്തെ കാലത്ത് ഒരു വ്യവസായം ചെയ്യുന്ന ഒരു വ്യക്തി, ഇവൻ പറയും പൈസ തരാൻ എനിക്ക് കഴിവ് തരാമെന്ന് പറയും. കൈവെക്കുമ്പോൾ കൈവെപ്പിൻ്റെ അധികാരം. അപ്പം പത്രോസ് അവനെ ശപിക്കുന്നതായിട്ടുണ്ട്. നിൻ്റെ സമ്പത്തും നിൻ്റെ ഇതോടുകൂടി നശിച്ചു പോകുന്നുള്ള രീതി. എന്നിട്ട് പിന്നെ അവനോട് അടുത്ത വാക്ക് പത്രോസ് പറയുന്നത്, അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുകയും നീ അതിനുവേണ്ടി ശ്രമിക്കുകയും എന്ന് പറഞ്ഞത്. പിന്നെ അതിനുശേഷം ശാപത്തെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് കഴിഞ്ഞ പുതിയ നിയമത്തിൽ ഹെരോദാവിനെ ഒരു ദൂതൻ വന്ന് അടിച്ചെന്ന് പറയുന്നുണ്ട്. ദൂതൻ വന്ന് അടിച്ച് ഹെരോദാവ് കൃമിക്കിരയായെന്ന് പറയുന്നു. ഇത് കഴിഞ്ഞാൽ പിന്നെ യേശുക്രിസ്തു ശപിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു തന്നെ ഭൂമിയിലായിരുന്ന കാലത്ത് നടന്നു പോകുന്ന വഴിക്ക് ഒരു അത്തിയെ കണ്ട് അതിൽ നിന്ന് ഫലമില്ലാതെ വന്നപ്പം ആ അത്തിയെ നോക്കി ശപിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ശാപം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ശാപമുണ്ട്. എന്നാൽ ബൈബിളിൽ ശാപത്തെക്കുറിച്ച് പറയുന്നത് കാരണം കൂടാതെ ഉള്ള ശാപം നിനക്ക് ഏൽക്കത്തില്ലെന്ന്. നിൻ്റെ കയ്യിൽ കാരണമുണ്ടെങ്കിൽ, നിൻ്റെ പ്രവൃത്തിയിലോ നിൻ്റെ ഇടപെടലുകളിലോ ശാപം വാങ്ങുന്ന രീതിയിലുള്ള ആണെങ്കിൽ ഉറപ്പായിട്ട് ശാപം കേൾക്കും. ശാപം ഏക്കത്തില്ലെന്നും ശാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുമെന്നും കരുതണ്ട. ശാപം കേൾക്കും. അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്. നിൻ്റെ കൈ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ നീ നന്മ അനുഭവിക്കും, നിൻ്റെ കൈ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ തിന്മ അനുഭവിക്കും എന്ന് പറയുന്ന പോലെ, നീ ശാപത്തിന് യോഗ്യനാണെങ്കിൽ മറ്റൊരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ജീവജാലങ്ങളുടെ ശാപത്തിന് നീ യോഗ്യനാണെങ്കിൽ നീ ആ സമയത്ത് അവിടെ ചെല്ലുകയും അത് നിനക്ക് ഏറ്റുവാങ്ങുകയും ചെയ്യും. ഈ ആഭിചാരത്തിന് അഴിവുകളുണ്ട്. ഈ ശാപം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും കഠിനമായിട്ടുള്ളൊരു നാശമാണ്. അതൊരു കുടുംബത്തിലോ ഒരു വ്യക്തിയിലോ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റത്തില്ല. കാര്യം ആഭിചാരം എന്ന് പറയുമ്പോൾ ബ്ലാക്ക് മാജിക്ക്, പലതരത്തിലുള്ള ആഭിചാരങ്ങളുണ്ട്, ആഭിചാര കർമ്മങ്ങളുണ്ട്. അവയിൽ നിന്നെല്ലാം മനുഷ്യന് ഊരിപ്പോകാനുള്ള മറുമരുന്നുണ്ട്, അല്ലെ മറുവിദ്യകളുണ്ട്. പക്ഷേ ശാപത്തിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്നോ ഒരു സൃഷ്ടിയിൽ നിന്നോ ഏതെങ്കിലും ഒരു ജീവജാലങ്ങളിൽ നിന്നോ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ശാപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള യാതൊരു വിധത്തിലുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഒരു ഗ്രന്ഥങ്ങളിലും എൻ്റെ അറിവിൽ, അതിന് ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ്റെ ആയിക്കോട്ടെ, മുസ്ലിങ്ങളുടെ ആയിക്കോട്ടെ, അതിൻ്റെ അകത്തില്ല. പിന്നെ ആകെ പറയുന്നത് യേശുക്രിസ്തുവിന്മേലുള്ള വിശ്വാസമാണ്. യേശുക്രിസ്തുവിന്മേലുള്ള വിശ്വാസം മൂലം നിങ്ങളെ ശാപത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു. അത് ഏത് ശാപമെന്ന് വെച്ചാൽ ജന്മശാപമോ, ശാപം തന്നെ പലവിധമുണ്ട്. ജന്മശാപമുണ്ട്, കർമ്മശാപമുണ്ട്, പാരമ്പര്യ ശാപമുണ്ട്. അങ്ങനെ പല രീതിയിൽ ശാപമുണ്ട്. അപ്പോൾ ഇത് ഒഴിഞ്ഞു നിൽക്കുന്നത് ജന്മശാപത്തിൽ നിന്ന്, അല്ലെ പാരമ്പര്യ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഏത് മൂലം? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തം യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ ഒരു വ്യക്തിക്ക് ജന്മശാപത്തിൽ നിന്നോ പാരമ്പര്യ ശാപത്തിൽ നിന്നോ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും. പക്ഷേ തൻ്റെ പ്രവൃത്തി മൂലം ചെയ്യുന്ന ഒരു ശാപത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ഒരു 3 തലമുറയെങ്കിലും ബാധിക്കപ്പെടും. മറ്റേതൊരു വിദ്യയ്ക്കും, ഈ പ്രപഞ്ചത്തിൽ ഏതൊരു വിദ്യയും മനുഷ്യന് ഒന്നുകിൽ ദൈവത്താൽ അല്ല സാത്താനാൽ കൊടുത്തിട്ടുള്ളതാണ്. അതിപ്പോൾ ബ്ലാക്ക് മാജിക് ആയാലും അല്ലാതെ ഉള്ളതായാലും. ഇതിൽ എല്ലാം, ഈ കൊടുത്തിട്ടുള്ള വിദ്യകളിലെല്ലാം ഇതുണ്ട്. എന്തുകൊണ്ട്? അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമുണ്ട്, ലൂപ്പ് ഹോളുണ്ട്. പക്ഷേ ശാപമേറ്റ മിനിമം ഒരു 3 തലമുറയെങ്കിലും, അത് നമ്മളെ പ്രവൃത്തി ശാപമാക്കി 3 തലമുറയെങ്കിലും ബാധിക്കാതെ രക്ഷപ്പെടത്തില്ല. അതല്ലെങ്കിൽ ആ ഒരു തലമുറയ്ക്ക് വന്നില്ലെങ്കിൽ തന്നെ അതിൻ്റെ അടുത്ത 2 3 തലമുറ അല്ലെ 4 തലമുറ കൃത്യമായിട്ട് ബാധിക്കപ്പെടും. ഓക്കെ.